പത്തനംതിട്ട സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശും നയനയും ഹണിമൂൺ ട്രിപ്പ് പോവാന്നൊക്കെ പ്ലാൻ ചെയ്തത് കൊള്ളായല്ലോ. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ശബരിമലയ്ക്ക് മാല ഇടാൻ വേണ്ടി രാവിലെ തന്നെ പോവാണ്. ആ വിവരം മുത്തശ്ശനെയും മുത്തശ്ശിയും നമ്മുടെ അനാമിക ഭയങ്കര സന്തോഷത്തോടു കൂടി പോയിട്ട് അറിയിക്കുകയാണ്. അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവാണ് ഇത് ദേവയാനി കൊളാക്കിയതാണ് എന്നുള്ള കാര്യം കേട്ടോ. എന്തായാലും ഇതിന്റെ പുണ്യം ആദർശനും നയനയ്ക്കും കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ് നമ്മുടെ മുത്തശ്ശൻ. അനാമിക മുത്തശ്ശിനെ സോപ്പിടാൻ വേണ്ടിയിട്ട് മരുന്നൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷേ ഏത് മരുന്നാന്ന് മുത്തശ്ശിക്കും പോലും അറിയില്ല. അത് നയനയ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മോൾ ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടുന്ന് പറഞ്ഞു വിടാണ്. അല്ലെങ്കിലും കിളവനും കിളവിക്കും എല്ലാ കാര്യങ്ങൾക്കും ആ നയനെ തന്നെ വേണമെന്ന് അമ്മേൻ്റെ അടുത്ത് പോയിട്ട് കുശുമ്പും പറയുന്നുണ്ട്. അതേസമയം നയനയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് വരുന്ന ആൾക്കാർക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി ആദർശ് പറഞ്ഞത് പ്രകാരം അമ്പലത്തിൽ പോലും പോകാതെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് കുശുമ്പത്തി നമ്മുടെ ജലജ വന്നിട്ട് അമ്പലപ്പുഴ പാൽപ്പായസം ആയിരിക്കല്ലേ നീ ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അതൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ പായസം കഴിച്ചിട്ട് മുത്തശ്ശി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണേ. നല്ലത് കണ്ടു കഴിഞ്ഞാൽ അവരെന്തായാലും നല്ലത് പറയുന്നു എനിക്കറിയാമെന്ന് പറയുമ്പോൾ എന്നിട്ട് നിന്നെക്കുറിച്ച് പറയുന്നതോ? അതെ, എന്നെക്കുറിച്ച് നല്ലതും അതുപോലെ അപ്പച്ചിയെ കുറിച്ചിട്ട് മോശമാണല്ലോ അവർ പറയുന്നത്. പിന്നെ ജലജയ്ക്കൊന്നും മിണ്ടാനില്ല. എന്തായാലും അപ്പച്ചി ചെല്ല്, പായസം റെഡിയാകുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറയണേ. ആർക്ക് വേണം നിന്റെ പായസം എന്ന് പറഞ്ഞിട്ടാണ് ജലജ അവിടുന്ന് പോകുന്നത്. എന്നിട്ട് നേരെ കൊണ്ടുപോയി കണ്ട് അനാമികയുടെ കയ്യിൽ കൊടുക്കുകയാണ്. പായസം ഉണ്ടാക്കുന്നുണ്ട് നയന എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അവളുണ്ടാക്കുന്ന പായസത്തിന് ഭയങ്കര ടേസ്റ്റ് ആണെന്ന് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നും അതൊക്കെ സഹിക്കേണ്ടി വരും. പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടാണ് ജലജ അവിടുന്ന് ഒരു തിരി കൊടുത്തിട്ടാണ് പോകുന്നത്. കാരണം അവരെന്തെങ്കിലും ചെയ്തോളല്ലോ ഇത് കേൾക്കുന്ന സമയത്ത്. അത് ജലജയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയി കണ്ട് കുശുമ്പ് കൊടുത്തത് കേട്ടോ. ജലജ പോയി കഴിഞ്ഞതിന് ശേഷം മോളെ അതെങ്ങനെയെങ്കിലും ഒന്ന് കൊളാക്കണല്ലോ. എല്ലാവരും വരുമ്പോൾ അവളുടെ പായസത്തിന് നല്ല അഭിപ്രായം പറയരുത് അമ്മയെന്ന് പറയണേ. അതിന് മോളെ ഒരു വഴിയുണ്ട്, അച്ഛനെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ വേണുവിനെ വിളിക്കുകയാണ്. വേണു ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിനകത്ത് എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിന്ന് പോകാനുള്ള ഒരു പൊടി കലക്കാൻ വേണ്ടിയിട്ട് ആ പൊടിയുമായിട്ട് അനന്തപുരിയിൽ എത്തുകയാണ്. അങ്ങനെ അത് കൊടുക്കുന്നുണ്ട്. അത് പ്രകാരം തന്നെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അടുക്കളയിൽ നയന പായസം ഉണ്ടാക്കി വെച്ചത് ചേർക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇച്ചിരി മാറ്റി വെക്കാം. എന്തായാലും അവളുണ്ടാക്കിയ പായസത്തിന് അപാര ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചെടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ളതിൽ പൊടിയും കലക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ഈ പണി ഒപ്പിക്കുന്നത് നവ്യ കാണുന്നുണ്ടേ. കാരണം രണ്ടെണ്ണത്തിനും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുലുമാല ഒപ്പിക്കുന്നുള്ള കാര്യം നവ്യയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഇവരുടെ പുറകെ തന്നെ നവ്യുണ്ട്. അങ്ങനെ ഇവരിവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നവ്യ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുടിക്കാനുള്ള പായസം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ പായസത്തിൽ ഇവർ ചേർത്തിരിക്കുന്ന പൊടി കലർത്തിയ ആ പായസം ഉണ്ടല്ലോ അതെടുത്തിട്ട് അതിലേക്ക് മാറ്റിയിട്ട് നല്ല പായസം എടുത്തിട്ട് നയന ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഒഴിച്ചു വെക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നവ്യ അവിടുന്ന് പോവാണേ. പിന്നീട് എന്തായാലും അമ്മേ നമുക്ക് അവളുണ്ടാക്കിയ പായസം വേണ്ട എന്ന് പറയാം. കാരണം അതിനകത്ത് പൊടി നമ്മൾ കലക്കിയിട്ടുണ്ടല്ലോ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട്. പക്ഷെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പായസം ഉണ്ടല്ലോ അതമ്മേ നമുക്ക് അവർ വരുന്നതിന് മുമ്പ് കുടിക്കാമെന്ന് പറയാൻ കേട്ടോ. അത് ശരിയാ മോളെ, അവളുടെ പായസം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും വന്നിട്ട് കുടിക്കുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അതിനു മുമ്പ് നമുക്ക് കുടിക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം രണ്ടും കൂടി പോയിട്ട് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് അച്ഛനും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ 3 പേരും പായസം കുടിച്ചു കഴിഞ്ഞു. പായസം കുടിച്ച് കഴിയുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ബാക്കിയുള്ളവരെല്ലാവരും കൂടി വരുന്നത്. വന്ന ഉടനെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് മോളല്ലേ പറഞ്ഞത് പായസം ഉണ്ടാക്കി വെച്ചു എന്നുള്ള കാര്യം, ചെന്ന് എല്ലാവർക്കും എടുത്തിട്ട് വാ എന്ന് പറയുമ്പോൾ ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പായസം കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ നയന. അങ്ങനെ അവരാരും കുടിച്ച പായസത്തിന് യാതൊരു കുഴപ്പമില്ല. പായസം കുടിച്ചിട്ട് നല്ല ഗംഭീര അഭിപ്രായമാണ് കേട്ടോ എല്ലാവരും പറയുന്നത്. എന്തായാലും മോളെ ഇതിൽ പരം ഇന്ന് വേറൊരു സന്തോഷം മോൾക്ക് തരാനില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി അത് കുടിച്ചിട്ട് പറയുന്നുണ്ട് ഓ അത് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല, സാധാരണ പായസമൊക്കെ പോലെ തന്നെയുണ്ട്. ദേവയാനി നിന്റെ കുശുമ്പ് കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ശരിക്കും ഉള്ളത് പോലെ പറയണം. അതിപ്പോൾ നയനയുടെ കാര്യത്തിലല്ല ആരുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ വേണം. അല്ലാണ്ട് കുശുമ്പ് കാണിക്കേണ്ടത് കുടിക്കുന്ന പായസത്തിലല്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടേ. അങ്ങനെ പായസം കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടും ഇവർക്ക് ആർക്കൊന്നും അമ്മ ഒരു കുഴപ്പം വരുന്നില്ലല്ലോ, അച്ഛൻ എന്ത് പൊടിയാണ് കൊണ്ടുവന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അനാമികയുടെ അമ്മയ്ക്ക് വയറ്റിന്ന് വല്ലാത്തൊരു അസ്വസ്ഥത പോലെ തോന്നുന്നത്. മോളെ എനിക്കെന്തോ വയറിന് തീരെ സുഖമില്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട്
നൈസായിട്ട് ബാത്റൂമിൽ പോവാണേ. അതിൻ്റെ പുറകെ തന്നെ അനാമികയ്ക്കും ഒരു വയറിന് അസ്വസ്ഥത പോലെ തോന്നുകയാണ്. അങ്ങനെ അനാമികയും വയറ്റിന്ന് പോയി അമ്മയും അച്ഛനും 3 പേരും വയറ്റിന്ന് പോയി ശരിക്കും മടുത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. 3 പേരും കൂടി അനാമികയുടെ റൂമിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നവ്യ വരുന്നത്. എന്ത് പറ്റി 3 പേരുടെയും വയറ്റിന് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നീ എന്താ കളിയാക്കാൻ വേണ്ടി വന്നതാണോ ഞങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല, ഞാൻ കളിയാക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. താൻ കുഴിക്കുന്ന കുഴിയെ താൻ തന്നെ വീഴുന്ന ഉള്ള കാര്യമൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ തോന്നി, അതുകൊണ്ട് വന്നതാ. പിന്നെണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും വെള്ളമോ ജ്യൂസോ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. ഇവിടെ ഞാനും നയനും ഉണ്ട് ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ജ്യൂസോ വെള്ളമോ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുതരാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കളിയാക്കുന്ന രീതിയിൽ നവ്യ അവിടുന്ന് പോവാണ് കേട്ടോ. അതേസമയം 3 കൂടി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, അമ്മേ എന്തോ ഒരു ചതി പറ്റിയിട്ടുണ്ട്. അതാണ്, അവരാരും കുടിച്ച പായസത്തിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ. അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. നമുക്ക് കുടിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ആ പായസം ഉണ്ടായിരുന്നല്ലോ, അതിനകത്താണല്ലോ നമ്മൾ കുടിച്ചത്. എന്നിട്ട് നമ്മുടെ വയറിന് മാത്രം എന്താ അമ്മ ഇങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. മോളെ, എനിക്ക് തോന്നുന്നു ആ നാശം പിടിച്ചവള് എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പായസത്തിൽ പൊടി കലക്കുന്നത് അവൾ കണ്ടു എന്നാ തോന്നുന്നത്. ഒരു പക്ഷേ അവൾ ആ പായസം നമ്മൾ എടുത്തു വെച്ച പായസവുമായിട്ട് മാറ്റി കാണും. അതായിരിക്കും സംഭവിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എന്തായാലും അമ്മ അത് വലിയൊരു നാണക്കേട് തന്നെയായി. അവൾമാരെങ്ങാനും അത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു അല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നയന ചോദിക്കുന്നുണ്ട്, അല്ല നവ്യടുത്തി എന്താ സംഭവിച്ചത്, എന്താ അവർക്ക് 3 പേർക്കും പായസം കുടിച്ചപ്പോൾ പ്രശ്നം വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതെ, ബാക്കിയുള്ളവർക്ക് പണി കൊടുക്കാൻ വേണ്ടി നിന്നതാണ് അവര്, പക്ഷെ കിട്ടിയത് അവർക്കാണെന്ന് മാത്രം. ചേച്ചി എന്താ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് നയന ചോദിക്കുമ്പോൾ, മോളെ വേറെ ഒന്നുമല്ല, നമ്മൾ ഇവിടെ ഉള്ളവർക്ക് പായസം കൊടുക്കുന്നതിൽ അവളുടെ അച്ഛൻ എന്തോ പൊടി കൊണ്ടുവന്ന് കലക്കിയിട്ടുണ്ട്. ആ പൊടി കലക്കിയത് അവൾ മാറ്റി വെച്ചിട്ട് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല പായസം എടുത്തു വെച്ചു. ഞാൻ അത് നൈസായിട്ട് മാറ്റി. അപ്പോൾ പണി അവർക്ക് തന്നെ തിരിച്ചു കിട്ടിയെന്ന് പറയണേ. ചേച്ചി അതെന്തായാലും കലക്കി. എങ്ങാനും ആ പൊടിയൊക്കെ കഴിച്ചിട്ട് നമ്മുടെ മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പായസമാണ്, ഞാൻ അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്ന് വരെ എല്ലാവരും കൂടി പറഞ്ഞുണ്ടാക്കുമെന്ന് പറയുകയാണേ. ഇല്ലടി, നീ പേടിക്കണ്ട. നീ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചോ, ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അമ്മയും മോളും കൂടി പായസം കലക്കുന്ന ആ വീഡിയോ അത് ഞാൻ 2 കാണിച്ചിട്ട് ബാക്കി എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടി അവരുടെ അരികിലേക്ക് ചെല്ലാണ് കേട്ടോ. എന്ത് പറ്റി, കുറവില്ലേ? ഇനിയും ബാത്റൂമിൽ വേറെ ഒഴിവുകളുണ്ട് കേട്ടോ, അങ്ങോട്ട് വേണമെങ്കിൽ 3 പേർക്ക് അങ്ങോട്ട് പോകാന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ് കേട്ടോ. നീ കൂടുതൽ വിളച്ചിലെടുക്കണ്ടല്ലേ എന്ന് പറയുമ്പോൾ, മിണ്ടിപ്പോവരുത്. നീ പായസത്തിനകത്ത് പൊടി കലക്കുന്നത് ഞാൻ ശരിക്കും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. കണ്ടു എന്ന് മാത്രമല്ല, അത് വീഡിയോ ആയിട്ട് പകർത്തിയിട്ടുണ്ട്. ഇത് ഇവിടെയുള്ളവരെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ വേണ്ടി പോവാന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്തായാലും ഇപ്പം ഞാനത് കാണിക്കുന്നില്ല, പക്ഷെ സമയം പോലെ ഇനി ഞങ്ങൾ 2 പേരുടെയും ദ്രോഹിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തികൾ നിന്റെ ഭാഗത്തുനിന്നോ നിന്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഭാഗത്തുനിന്നോ ഉണ്ടായാൽ അന്നേരം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടി അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ നവ്യ നല്ല പൊളിച്ചടക്കുന്നുണ്ട് നമ്മുടെ അനാമികയ്ക്ക് ഒരു ചെറിയൊരു കുളത്ത് അധികം വൈകാതെ തന്നെ കിട്ടുന്നതായിട്ടുള്ള എപ്പിസോഡാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.